പുതിയ കാറൊക്കെ കിട്ടിയപ്പോ ആളങ്ങ് എക്സ്പേർട്ട് ഡ്രൈവർ ആയതുപോലെയാണല്ലോ വണ്ടി ഓടിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതെ, കുറച്ചുകൂടെ സ്പീഡൊക്കെ ആവും കേട്ടോ. ഇങ്ങനെ കാർ ഓടിച്ചു ചെന്ന് ഈശ്വരമംഗലത്തിന്റെ മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്തണം. വസുന്ധരാമാതെന്ന് കണ്ട് ഞെട്ടും. ആ, സ്പീഡ് വേണേലും കുറച്ചുകൂടെ ആവാം കേട്ടോ. അതെ, ലെഫ്റ്റ് സൈഡിലിരുന്ന് ഇങ്ങനെ സ്പീഡ് കൂട്ടെന്ന് പറയുന്നതേ ട്രാഫിക് നിയമത്തിനെതിരാണ്. ഓ, മാഡം അപ്പൊ ട്രാഫിക് നിയമങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ? പിന്നല്ലാതെ, ട്രാഫിക് നിയമങ്ങൾ അണുവിട തെറ്റിക്കാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിരിക്കും ഞാൻ. അയ്യോ, അയ്യോ, ഒരു പെൺകുട്ടി നമ്മുടെ വണ്ടി ഇടിച്ചു. നിധി, നീ ഇറങ്ങല്ലേ, വണ്ടി തന്നെ ഇരിക്കും, ഞാൻ നോക്കാം. ഈ കാറിന്റെ വരവ് കണ്ടപ്പോഴേ തോന്നി എവിടെയെങ്കിലും കൊണ്ട് ചാമ്പോന്നു. ഒരു പെണ്ണല്ലേ കാർ ഓടിച്ചത്, അവളോട് ഇറങ്ങി വരാൻ പറ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. നിങ്ങൾ ആദ്യം ഈ കൊച്ചിനൊന്ന് എടുക്കാൻ നോക്ക്, എന്നിട്ട് മതി സംസാരമൊക്കെ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാണ് കുഴപ്പം. വഴിയെ മര്യാദയ്ക്ക് നടന്നുപോയ പെൺകൊച്ചിനെ ഇടിച്ചു തെറിപ്പിച്ചതും പോരാഞ്ഞിട്ട് നിന്ന് ന്യായം പറയുന്നു. ന്യായം പറഞ്ഞൊന്നും അല്ല. ആക്സിഡന്റ് ആയ ആളിനെ ആദ്യം ആശുപത്രി കൊണ്ടുപോവാം, പിന്നീടല്ലേ ബാക്കി കാര്യം. കുറച്ച് വെള്ളം കൊടുത്തോക്ക്. വെള്ളമൊന്നും കൊടുക്കണ്ട, അത് തീർന്നു കിടക്കുക. വണ്ടി ഓടിച്ച ആളടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. ചേട്ടാ, നിങ്ങളും സമാധാനപ്പെട്. ആദ്യം ആക്സിഡന്റ് ആയ ആളെ ആശുപത്രി കൊണ്ടുപോട്ടെ. ശിവാനി, നിധി, ആക്സിഡന്റ് ആയത് നമ്മുടെ ശിവാനിക്ക. ശിവാനിയോ? വേണ്ട, നീ ഇറങ്ങണ്ട. ഞാൻ അവിടെ ആശുപത്രി കൊണ്ടുള്ള വഴി നോക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദ്യം ഇറക്കി വിടവരെ. ചേട്ടാ, ഈ കുട്ടി എന്റെ അനിയന്റെ ഭാര്യയാണ്. എത്രയും വേഗം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആരെങ്കിലും സഹായിക്കും പ്ലീസ്. വേഗം നിങ്ങൾ നോക്കി പെട്ടെന്ന് വിടാം. ശിവാനി, ശിവാനി. എന്തായി? ശിവാനി പ്ലാൻ ചെയ്ത പോലെ തന്നെ നിധിയുടെ കാറിന് മുന്നിലേക്ക് അവൾ എടുത്തു ചാടിയോ? മനഃപൂർവ്വമാണെന്ന് ആർക്കും തോന്നിയില്ലല്ലോ. എന്റെ സാറേ, ഒരു റിയൽ ആക്സിഡന്റ് പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല. ശിവാനിയെ നിധിയുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിച്ചു തെറിപ്പിച്ചോ? കുഴപ്പം എന്തെങ്കിലും ഉണ്ടോടാ അവക്ക്? കുഴപ്പമുണ്ടോന്നോ? സ്പോട്ടിൽ തന്നെ ബോധം പോയി. അമ്മാതിരി ഇടിയല്ലായിരുന്നു. ഒക്കെയെടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ആന ചത്താലും ജീവിച്ചാലും ലക്ഷങ്ങളെന്ന് പറയുന്ന പോലെയാ ശിവാനിയുടെ കാര്യം. ഇനി അവൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും നിധിക്കും ഗൗതമനും വിനയായി മാറും. നമ്മുടെ ആളുകളെയെല്ലാം സാക്ഷി പറയാൻ തയ്യാറാക്കി നിർത്തിക്കോണം. ആക്സിഡന്റ് സ്പോട്ടിൽ പോലീസ് വരുമ്പോഴും നമ്മുടെ ആൾക്കാരുണ്ടാവണം. ശരി, ഞാൻ നോക്കിക്കോളാം സാർ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഒരനുകൂലല്ലോ, എന്ത് ചെയ്യും? നീ ഒന്ന് സമാധാനപ്പെടും.
എന്താ എന്താ സംഭവം? ആക്സിഡന്റ് ആണോ ഡോക്ടർ? ഓ, പേഷ്യന്റിന്റെ പേരും സ്കാനിങ്ങിനുള്ള ഏർപ്പാടേ. സിസ്റ്റർ മുറിവ് ക്ലീൻ ചെയ്യും. പിന്നെ ഡ്രിപ്പ് എടുത്തിട്ടെ. ഇങ്ങ് തന്നെ ഡോക്ടർ കുഴപ്പം വല്ലതും ഉണ്ടോ? പറയാം. തൽക്കാലം നിങ്ങൾ പുറത്തേക്ക്. സിസ്റ്റർ കുറച്ച് കോട്ടനും കൂടെ എടുത്തേ. ശിവാനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഗൗതം, എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് സമാധാനപ്പെട്, ടെൻഷൻ ആവാതിരിക്കുക. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ശിവാനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അമ്മാവനോടും അമ്മയോടും ഞാൻ എന്ത് പറയും? എനിക്കറിയില്ല എന്റെ ദൈവമേ.